ഇന്ന് ഈ ഒരു ഒറ്റ ടാസ്കേ നടക്കുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ പോക്കാണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. എല്ലാരും ചെയ്ത് തീർക്കണമല്ലോ. ഈ ലൈവില് മൊത്തം ഈച്ച അടിച്ചിരിക്കുകയാണ് എല്ലാരും. ടാസ്ക് ആക്ടിവിറ്റിയിൽ നടക്കുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ബോറാണോ എന്ന് ചോദിച്ചാൽ ബോറൊക്കെ തന്നെയാണ്. കാര്യമായ ഒരു കണ്ടന്റുകളും ഇല്ല. എന്തായാലും ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഈ ഒരു ടാസ്കില് ബോഡി വെയിറ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. ബോഡി വെയിറ്റ് കൂടുതലുള്ളവരെ കൊണ്ട് ഈ ടാസ്ക് അധികം നേരം പറ്റില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ നമ്മുടെ കാലിനാണ് നമ്മുടെ വെയിറ്റ് മൊത്തം കൊടുക്കുന്നത്. നോറ 2 മണിക്കൂറും എത്രയോ മിനിറ്റുകളും നിന്നിട്ട് വാസ് താഴെ പോയി ഔട്ടായി. നോറയ്ക്ക് നടക്കാനൊന്നും മേലായിരുന്നു. ഞൊണ്ടിയാണ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നോറ ഡിഡ് എ ഫണ്ടാസ്റ്റിക് ജോബ്. ഒരു രക്ഷയില്ലായിരുന്നു. കിഡിലനായിട്ട് തന്നെ കളിച്ചു. നോറയുടെ റെക്കോർഡ് ആരെ കൊണ്ടെങ്കിലും താർക്കാൻ പറ്റുമെങ്കിൽ അത് അഭിഷേക് ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. അഭിഷേക് വരികയും ചെയ്തു. പക്ഷെ ബസർ അടിച്ച് വെറും മിനിറ്റുകൾ കൊണ്ട് അഭിഷേകിന്റെ ഗ്യാസ് പോയി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്നെ കൊണ്ട് ഈ പണി പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ അത് ഇട്ടേച്ചും പോയി. വാസ് എടുത്ത് മാറ്റാൻ സായിയോട് അഭിഷേക് പറയുകയൊക്കെ ചെയ്തു. നല്ല ഭംഗിയുള്ള വാസാണ്, എടുത്ത് മാറ്റടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സായി അത് താഴെ ഇട്ട് പൊട്ടിച്ചു. അങ്ങനെ അഭിഷേക് ഔട്ടാണ്. അഭിഷേക് ഔട്ടായപ്പോഴും അപ്പുറത്ത് വേദന കടിച്ചു പിടിച്ച് ഒരാൾ നിപ്പുണ്ടായിരുന്നു. നന്ദന വിജയകരമായ 1 മണിക്കൂർ പിന്നിട്ടു ഈ ഒരു ടാസ്കില്. നന്ദനയും തകർത്ത് കളിക്കുന്നുണ്ട് ഈ ഒരു ടാസ്ക്. എന്ത് ചെയ്ത് ടിക്കറ്റ് ഫിനാലെ ജയിക്കണമെന്നാണ് നന്ദനയുടെ ഒരു ലക്ഷ്യം. അപ്പം അഭിഷേക് ഔട്ടായിട്ട് അടുത്തതായിട്ട് വന്ന ആളാണ് നമ്മുടെ ഋഷി. നോറയെ സമ്മതിക്കണം എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഋഷിയെ കൊണ്ട് ഈ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. കാരണം ആള് നല്ല സ്ലിം ആണല്ലോ. ബോഡിയും മസിൽ മാസും ഒക്കെ നല്ല കുറവാണ്. അഭിഷേക് സായി ഒക്കെ നല്ല വെയിറ്റ് ഉള്ളവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവരെ പരിചയമൊന്നുമില്ല, കാണുന്നത് വെച്ചിട്ട് പറയുന്നതാണ്. മുടിയൻ കമ്പാരിറ്റീവ്ലി എല്ലും തോലുമാണ് അവരെ വെച്ച് നോക്കുമ്പോൾ. അപ്പം എന്തായാലും കണ്ടറിയാം. ചിലപ്പോൾ മുടിയന്റെ ഇപ്പൊ താഴെ വീഴും. ഇപ്പോൾ ലൈവില് നന്ദനയും പിന്നെ അതേപോലെ നമ്മുടെ ഋഷി മുടിയനുമാണ് നിൽക്കുന്നത്. നന്ദന 1 മണിക്കൂർ, ഋഷി ഇപ്പൊ 5-10 മിനിറ്റായി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.